ഹായ് ഗൈസ്, നമ്മൾ ഞായറാഴ്ച ആയിട്ട് വൈബാണ്. എന്താണ് വൈബ് എന്നല്ലേ, നമുക്കൊരു കപ്പ ബിരിയാണി സെറ്റ് ചെയ്തല്ലോ. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ചെരുപ്പിൻ്റെ ഹോൾസെയിൽ കച്ചവടം കണ്ടത്. ഞങ്ങൾ നേരെ പോയി വില ചോദിച്ചു. അവർ പറഞ്ഞു 200 രൂപ, ഞങ്ങൾ പറഞ്ഞു 130 രൂപ. അപ്പോൾ ഞാൻ കുറേ ചെരുപ്പിട്ട് നോക്കി, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ 130 രൂപ ചോദിച്ചു, അവർ 200 രൂപ പറഞ്ഞു. അവസാനം ഞങ്ങൾ വാങ്ങിച്ചില്ല. കാരണം കടയിലില്ലാത്ത വിലയാണ് അവർ പറയുന്നത്. അവരുടെ ചെരുപ്പ് ഭയങ്കര ക്വാളിറ്റിയാണ്. അതൊക്കെ ശരി, അത് പോട്ടെ. അത് കഴിഞ്ഞ് നേരെ പോയി സിയാദ് ഭായിനെ കണ്ട് ഞങ്ങളുടെ 5 കിലോ കോഴി വാങ്ങിച്ചു. സിയാദ് ഭായി നമുക്ക് 10 രൂപ റിഡക്ഷൻ തന്നു. അതും വാങ്ങിച്ച ഷാജി കണ്ടില്ലേ, ഇപ്പോൾ ഒലിവിൽ വീട്ടിൽ പോയി പരിപാടി ഇങ്ങനെ തുടങ്ങി. ആദ്യം ഐശ്വര്യപൂർവ്വം കപ്പലിൽ നിന്ന് തുടങ്ങി എല്ലാവരും. ഞാനവിടെ ഉടാപ്പ് കാണിച്ചിട്ട് അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ, തകൃതിയായ പണി. നമ്മൾ തകൃതിയായി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കപ്പ മുറിച്ചു, കായ്കറി കട്ട് ചെയ്തു. അപ്പോൾ വീഡിയോ എടുത്ത അവന്മാർ എൻ്റെ നെഞ്ചത്ത് കത്തിയെടുത്ത് വീശും. അതുകൊണ്ട് നമ്മൾ ആ സമയത്തൊന്നും എടുത്തില്ല. പക്ഷെ ഇപ്പോൾ സജി കഠിനാധ്വാനിയായിട്ട് ഇവിടെ കപ്പ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സജി അവർകൾ ഒരു ഹായ് കൊടുത്താലും കണ്ടില്ലേ. പിന്നെ അതിന് സഹായിട്ട് അപ്പവും അനിലിടയ്ക്ക് മുങ്ങിയത് കൊണ്ട് അവന് വേണ്ടി ഞങ്ങൾ ചിക്കൻ മാറ്റി വെച്ചു കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി ശ്രീജേഷ് അവിടെ എന്തോ കാണിക്കുന്നുണ്ട്. അവനെന്നറിയാം എന്താ കാണിക്കണമെന്ന്. കറി അങ്ങനെ പകുതിയായി, ബാക്കി എടുത്തില്ലേ വീഡിയോ കണ്ടില്ല. ശ്രീജേഷ് പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് അപ്പോട്ടം കഴിക്കണ രംഗമാണ്. ബാക്കി രംഗങ്ങളൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല. നല്ല പിള്ളേരാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഷോട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പോയി ചന്തയ്ക്ക്. ഈ ആഴ്ചയും തകൃതിയായി ഓരോ സാധനങ്ങൾ തപ്പി വാങ്ങാൻ ഞങ്ങൾ പഠിച്ചിരിക്കുന്നു. കാരണം ഞങ്ങൾ പ്രോമാക്സായി, ചന്ത പ്രോമാക്സായി. കാരണം ചന്തയിലോട്ടേ തിരിഞ്ഞു നോക്കാത്ത ഞങ്ങൾ ഇപ്പോൾ ചന്തയിലോട്ട് ഡെയിലി വരുന്നുണ്ട്. കണ്ടില്ലേ, ആളുടെ അടുത്ത് വില പേശി പച്ചമുളക് വരെ വാങ്ങാൻ പഠിച്ചു. ഞങ്ങളറിയാതെ തന്നെ തന്ത വൈബിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചന്തയ്ക്കൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ വരാത്ത പരിപാടികളാണ്, പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചന്തയ്ക്കൊക്കെ വരുന്നുണ്ട്. തന്ത വൈബിലോട്ട് മാറുന്നുണ്ടോ എന്ന് ഡൗട്ട് ഇല്ലാതില്ല. കണ്ടില്ലേ. അപ്പം ഞങ്ങൾ ചന്തയിൽ പോയപ്പോൾ ഞങ്ങളുടെ ഗുരു പ്രസാദ് ഏട്ടൻ ചന്തയിലോട്ട് വരുന്നു. ആൾ വേറൊരു തന്ത ബൈവാണ്. അപ്പം അയാളെ കൊണ്ട് ഞങ്ങൾ വിളിച്ച് കൂവി ഒരു ഹായ് വിളിപ്പിച്ചു. കണ്ടില്ലേ, നമ്മൾ ഇന്നത്തെ ചന്ത വ്ളോഗും കഴിഞ്ഞു. ഇന്ന് ചന്ത വ്ളോഗ് എടുത്തല്ല, പക്ഷെ നമ്മൾ ചന്ത വൈബിലോട്ട് മാറി ഡെയിലി ഇപ്പൊ ചന്തയ്ക്ക് പോകുന്ന തുടങ്ങിയിട്ടുണ്ട്. എവരി വീക്ക് കണ്ടില്ലേ, കൈ നിറയെ സാധനമാണ്. കണ്ടില്ലേ, ഈ കൈ നിറയെ സാധനമായി ഞങ്ങൾ നേരെ പോകുന്നു വീട്ടിലോട്ട്. അപ്പോൾ ഫോളോ ചെയ്ത അടുത്ത വീഡിയോ കാണാം. ഇന്ന് എന്തൊക്കെ ഉണ്ടായി എന്നുള്ള കുറേ രസകരമായ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ബൈ ബൈ.